ഇന്നൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് 1 കിലോ ബീഫ് ചെറുതായി കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാള 2 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കല്ലുപ്പ്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്, ബീഫ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് 1 മണിക്കൂർ അവിടെ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. എന്നാലേ ബീഫ് ഒന്നൊരു മയം വന്ന് കിട്ടും, നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 6 വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് അതിലേക്കിടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, വറ്റൽമുളക്, കറിവേപ്പില ഇടാം. ഇതിലേക്ക് 100 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് പൊളിച്ചതും ചേർക്കുന്നുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലാണ് ഈ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബീഫ് വേവിച്ചപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെന്ത ബീഫ് ചേർക്കാം. ഈ ബീഫ് സ്റ്റോക്കോട് കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, ഒരു ഗ്രീൻ ചില്ലി, കുറച്ച് വറ്റൽമുളക്, ഗ്രീൻ ചില്ലി ഒന്നും കൂടെ, കുറച്ചും കൂടെ കറിവേപ്പില. ഇനി ഇതിൻ്റെ കൂടെ 2 ചൂട് പൊറോട്ട ഉണ്ട് വെക്കുക. അപ്പോൾ സെറ്റാണ്. ഇനി ബീഫ് റോസ്റ്റ് ഈ പൊറോട്ടൻ്റെ കൂടാണ്ട് കൂട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഫോളോ ചെയ്യ്. അപ്പോൾ ഓക്കെ.